പള്ളിപ്പുറം നവഭാരത് റൂറൽ ഹെൽത്ത് ട്രെയിനിംഗ് സെന്ററിൽ വച്ച് ഡെങ്കിപ്പനിയെക്കുറിച്ച് ചാലാക്ക ശ്രീനാരായണ മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർ നിഖില LN സംസാരിക്കുന്നു. നമസ്കാരം, ഞാൻ ഡോക്ടർ നിഖില. ഞാൻ ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടറാണ്. ഞാനിപ്പോൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് നിങ്ങളോട് ഡെങ്കിപ്പനിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഡെങ്കിപ്പനി എന്ന് പറയുന്നത് ഒരു വൈറൽ അസുഖമാണ്. കോവിഡ് വന്നതുപോലെ തന്നെ ഡെങ്കിപ്പനി ഒരു വൈറൽ അസുഖമാണ്. ഈ ഡെങ്കിപ്പനിക്ക് അല്ലെങ്കിൽ വൈറസുകൾ 4 വെറൈറ്റി ഉണ്ട്. ഡെങ്കി വൈറസ് 1, 2, 3, 4. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ വർഷം ഒരാൾക്ക് ഡെങ്കി വൈറസ് 1 കൊണ്ട് പനി വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം അത് 2, 3, 4 കൊണ്ടായിരിക്കാം. അതായത് ഒരാൾക്ക് എപ്പോഴും ഡെങ്കിപ്പനി വരാനുള്ള ചാൻസ് എപ്പോഴും കൂടുതലാണ്. പലപ്പോഴും ഡെങ്കി പനി എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് ഈഡിസ് കൊതുകുകൾ കൊണ്ടാണ്, കൊതുക് കൊണ്ടാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, കൊതുകുകൾ ഈ അസുഖം പടർത്തുന്നതേ ഉള്ളൂ, പക്ഷേ ഈ അസുഖം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ വൈറൽ അസുഖമാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിൽ വെച്ചിരിക്കേണ്ട കാര്യം. ലക്ഷണങ്ങളെ കുറിച്ച് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഡെങ്കി പനിയാണ്. അപ്പോൾ പനി തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ലക്ഷണം എന്ന് പറയുന്നത്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ്. ഒന്ന് പനി, അതേപോലെ കണ്ണിന്റെ പുറകിലുള്ള നമുക്ക് വേദന, പേശികൾക്കൊക്കെ ഭയങ്കര വേദനയായിരിക്കും. സാധാരണ ഒരു വൈറൽ പനിക്ക് ഉണ്ടാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഇതിലും ഉണ്ടാവാം. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഓർക്കുക, ആദ്യത്തെ ഒരു ദിവസം ചിലപ്പോൾ ഒരു 3 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ പനി ഒന്ന് കുറഞ്ഞു എന്ന് വരാം. ഡെങ്കിക്ക് പല പല സ്റ്റേജുകളാണുള്ളത്. അപ്പൊ ഈ 2ാമത്തെ സ്റ്റേജിലേക്ക് പോകുമ്പോൾ പലപ്പോഴും പനി ഒന്ന് കുറയും. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, 3 മുതൽ 7 ദിവസം വരെയാണ് ഈ ഡെങ്കിപ്പനി ക്രിട്ടിക്കൽ എന്ന് പറയുന്ന ഒരു ഫേസിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സമയം നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കേണ്ടത് ആണ്. ക്രിട്ടിക്കൽ ഫേസിൽ എന്താ സംഭവിക്കുന്നത്? ഡെങ്കി വൈറസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ പനിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്നതാണ് കൗണ്ട് കുറയുക അല്ലെങ്കിൽ കൗണ്ട് കൂടുക എന്നുള്ള കുറച്ച് കാര്യങ്ങൾ, അല്ലെ? അപ്പൊ കൗണ്ട് കുറഞ്ഞു വരുന്നത്, പിന്നെ ഈ പനി മാറുമ്പോഴത്തേക്കും കൗണ്ട് കൂടുന്നുണ്ട് എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. ഈ കൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് നമുക്കറിയാം രക്താണുക്കളുണ്ട്, RBC എന്ന് പറയുന്നത്, അതേപോലെ WBCs ഉണ്ട്, അതേപോലെ പ്ലേറ്റ്ലെറ്റ് ഉണ്ട്. നമ്മളിവിടെ കൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് പ്ലേറ്റ്ലെറ്റിന്റെ അളവിനെ കുറിച്ചാണ്. അപ്പൊ പ്ലേറ്റ്ലെറ്റിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് ഈ വൈറസ് ആദ്യമായി ചെയ്യുന്നത്. പ്ലേറ്റ്ലെറ്റ് നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നു? നോർമലി പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കുക, ഈ വൈറസ് പ്ലേറ്റ്ലെറ്റിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ക്ലോട്ടിംഗ് എന്ന് പറയുന്നത് നടക്കുന്നില്ല. നോർമലി ഒരു മിനിമം ക്ലോട്ടിംഗ് നടക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ശരീരം നോർമലായിട്ട് നമുക്ക് ഈ ഫംഗ്ഷൻ നടക്കാതിരിക്കുമ്പോൾ പലപ്പോഴും രക്തം അതായത് നമ്മുടെ ശരീരം ബ്ലീഡ് ചെയ്യാൻ തുടങ്ങും. ഇതിനെ നമ്മൾ രക്തസ്രാവം എന്ന് പറയുന്നത്, അതായത് ഹെമറേജ് എന്ന് പറയുന്നത്. ഈ ഹെമറേജ് നമ്മൾ എവിടെ വേണോ പലപ്പോഴും നമ്മൾ കാണുന്നത് സ്കിന്നുകളിലാണ്. സ്കിന്നിൽ നമുക്ക് പലപ്പോഴും പെറ്റീക്കെ എന്ന് പറയുന്ന ഒരു അളവിൽ നമ്മൾ കാണാം. പെറ്റീക്കെ എന്നാണ് നമ്മുടെ ഇംഗ്ലീഷ് ടേം, അതായത് മെഡിക്കൽ ടേം എന്ന് പറയുന്നത് പെറ്റീക്കയാണ്. അതായത് നമ്മുടെ പലപ്പോഴും ഡോക്ടർമാർ ചോദിച്ചിട്ടുണ്ടാവാം നിങ്ങളോടൊക്കെ, അതായത് അണ്ണാക്കിൽ അല്ലെങ്കിൽ നാക്കിന്റെ അവിടെയായിട്ടോ, അല്ലെങ്കിൽ നാക്കിന്റെ അടിയിലോ അണ്ണാക്കിലോ, അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ മോണകളിലോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കൈകളിലോ ഒക്കെ നമുക്ക് രക്തം ഇങ്ങനെ കട്ട പിടിച്ചാൽ രക്തത്തിന്റെ ഒരു ഇങ്ങനെ കുത്തു പാടുകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അപ്പൊ ഇത് ഉണ്ടാവുന്നതിന്റെ മെയിൻ കാര്യം, ഇത് നമ്മൾ പുറത്ത് കാണുന്ന ഒരു കാര്യമാണ് നോക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ബ്ലീഡിങ് ശരീരത്തിൽ എവിടെ വേണോ സംഭവിക്കാം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറ് മുതൽ താഴെ അങ്ങറ്റം വരെ നമ്മുടെ ആമാശയത്തിൽ ഉൾപ്പെടെ എവിടെ വേണോ സംഭവിക്കാം. അപ്പൊ നമുക്കിപ്പം ആമാശയത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് പലപ്പോഴും മോഷൻ പോകുന്ന സമയത്ത് ചിലപ്പോൾ ബ്ലഡ് പോലെ കാണാൻ ചാൻസ് ഉണ്ട്, ബ്ലീഡിങ് പോലെ കാണാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ മോഷന്റെ കളർ മാറി കാണുന്നതായിട്ട് വരാം. ഇങ്ങനെയുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ കറുത്ത കളറാവാം, ചിലപ്പോൾ ചുമന്ന കളറിൽ വരാം. അതായത് ബ്ലഡ് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റാറുണ്ട്. ഇത് ഒരു രീതിയാണ്. ഇനി ഇതല്ലാതെ തലച്ചോറിലാണ് ഇതേ ബ്ലീഡിങ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ കുറച്ചും കൂടെ കെയർഫുൾ ആയിരിക്കണം. ബിക്കോസ് തലച്ചോറിലാണ് ബ്ലീഡിങ് ഉണ്ടാവുക എന്ന് വെച്ചാൽ സ്ട്രോക്ക്, അതായത് പക്ഷാഘാതമാണ് പക്ഷാഘാതമാണ് നമ്മുടെ അവിടെ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് പറയുന്നത്. അതായത് നമ്മൾ തളർന്നു കിടക്കാനുള്ള ചാൻസ് വളരെ, അല്ലെങ്കിൽ തളർവാദം എന്ന് പറയുന്ന സംഭവം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. 80% ഡെങ്കിപ്പനി എന്ന് പറയുന്നത് ഒരു ലക്ഷണങ്ങളും ഉണ്ടാക്കുന്ന ഒരു സംഭവമല്ല. എന്ന് വെച്ചാൽ ഡെങ്കി വൈറസ് നമ്മുടെ ശരീരത്തിനകത്ത് കയറിയിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ അതിനകത്ത് എന്താ പറയുക ലക്ഷണങ്ങൾ പുറത്തു കൊണ്ടുവരണം എന്നില്ല. എസിംപ്റ്റമാറ്റിക് എന്ന് പറയും. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല നമുക്ക് വന്നിട്ടില്ല എന്നുള്ളത്. കാരണം നമ്മൾ ചിലപ്പോൾ ലക്ഷണങ്ങൾ കാണിക്കാത്തത് കൊണ്ടായിരിക്കാം. നമുക്ക് വൈറസ് നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സാധാ പനി പോലെ ചിലപ്പം പോയിട്ടുണ്ടാവാം. ഇങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള പനിയായിട്ട് വരണം എന്നില്ല എപ്പോഴും. അതുകൊണ്ട് തന്നെ നമുക്ക് വന്നിട്ടില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കൽ ഡെങ്കി വന്നിട്ട് 2ാമതാണ് ഡെങ്കി വരുന്നത് എന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ പറയുന്ന പോലെ രക്തസ്രാവം അല്ലെങ്കിൽ ഹെമറേജിനോ അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് കുറയാനോ ഉള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കണം. നമുക്കൊരിക്കൽ വന്നിട്ടില്ല, അല്ലെങ്കിൽ ചെറിയൊരു പനി വന്നിട്ടില്ല, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഡെങ്കിപ്പനി വരുന്നത് എന്ന് വെച്ചിട്ട് നമ്മൾ മിണ്ടാണ്ടിരിക്കാൻ പാടില്ല. ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷം എപ്പോഴെങ്കിലും നമുക്ക് വന്നിട്ടുണ്ടാവാം. നമ്മൾ ചിലപ്പോൾ അറിയാണ്ട് പോയതായിരിക്കാം പലപ്പോഴും. ഇതൊരു സാധാ വൈറൽ പനി പോലെ ചിലപ്പോൾ വന്ന് പോയിട്ടുണ്ടാവാം. ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് മെയിനായിട്ടും ഡെങ്കി പടർത്തുന്നത്. ഇത് ഈഡിസ് വിഭാഗത്തിലെ കൊതുകുകൾ ഡെങ്കി മാത്രമല്ല, യെല്ലോ ഫീവർ, സിക്ക എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ. അപ്പൊ ഈ പനികളൊക്കെ ചിക്കൻ ഗുനിയ ഒക്കെ പടർത്തുന്നത് നമ്മുടെ ഈ ഈഡിസ് കൊതുവാണ്. അതായത് ഈ ബെഞ്ചിന്റെയും ഡെസ്കിന്റെയും ഒക്കെ അടിയിൽ. മെയിൻ ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ, അതായത് ഫ്രിഡ്ജിന്റെ ബാക്കിൽ, പണ്ടുള്ള ഫ്രിഡ്ജുകൾ പ്രത്യേകിച്ച് വെള്ളം കെട്ടി നിൽക്കുന്ന ടൈപ്പ് ഫ്രിഡ്ജുകളുണ്ട്, AC വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെയാണ് ഈഡിസ് കൊതുകുകൾ മുട്ടയിടാനുള്ള ചാൻസ് ഉള്ളത്. ഒരാൾക്ക് ഡെങ്കി പനി ഉണ്ടെന്ന് വിചാരിക്കുക, ഡെങ്കി വൈറസ് പുള്ളിയുടെ ശരീരത്തിൽ ഉണ്ടാവാം. ഈ കൊതുക് വന്ന് ആ പുള്ളിനെ കൊതുക് അടിക്കുകയാണ്. ഈ വൈറസ് ബ്ലഡിനോടൊപ്പം ഈ വൈറസും ആ കൊതുകിന്റെ ഉള്ളിലേക്ക് കയറുന്നു. ഈ കൊതുക് ചിലപ്പോ ചെന്നിട്ട് മുട്ടയിട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക. ചിലപ്പോൾ ആ കൊതുവിനെ നമ്മൾ കൊന്നിട്ടുണ്ടാവാം, പക്ഷെ ഈ മുട്ടകൾ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ വൈറസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കൊതുവിൽ നിന്നും അത് മുട്ടയിലേക്ക് വരാൻ അതിന് സാധിക്കും. അപ്പൊ അതിനർത്ഥം ആ മുട്ട ഇട്ടിട്ടുണ്ടെങ്കിൽ അത്രയും മുട്ടകളിലോ ചിലപ്പോൾ വൈറസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആ ഓരോ മുട്ടയും വലുതായിട്ട് കൂത്താടിയാവുകയാണ്. അത് തന്നെയാണ് പിന്നെ അവസാനം എന്താ പറയുക, കൊതുകുകളായി മാറുന്നത്. വീട്ടിനകത്ത് കുപ്പിയിൽ നമ്മൾ പ്ലാന്റ്സ് ഒക്കെ വളർത്താറുണ്ട്. അപ്പൊ അതിലുള്ള വെള്ളം നമ്മൾ എല്ലാ ദിവസവും എടുത്ത് മാറ്റി കളയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളാണ് മിക്കവാറും ഈ കൊതുകുകൾ മുട്ടയിടുന്നത്. ഈ കൊതുകിന്റെ മെയിനായിട്ട് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് മുട്ടയിടാനായിട്ട് ശരിക്കും പറഞ്ഞാൽ വെള്ളം വേണ്ട, മുട്ടയിടാൻ വെള്ളം വേണ്ട. എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും സമ്മർ, അതായത് ചൂട് കാലത്ത് തന്നെയായിരിക്കും ഇത് ആദ്യം കൊതുകുകൾ മുട്ടയിടുന്നത്. അത് പലപ്പോഴും നമ്മൾ കുപ്പിയിലടപ്പൊക്കെ അപ്പം തന്നെ പുറത്ത് കിടപ്പുണ്ടാവും. പക്ഷെ നമ്മൾ മഴയില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതൊന്നും ചിലപ്പോൾ ശ്രദ്ധിക്കണമെന്നില്ല. കുപ്പിയിലടപ്പൊക്കെ വെറി സമയമല്ലേ, അവിടെ കിടന്നോട്ടെ എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷെ കൊതുകുകൾ ചിലപ്പോൾ അവിടെ മുട്ടയിട്ടിട്ടുണ്ടാവും, നമുക്കത് കാണാൻ പറ്റില്ല. ഈ കൊതുകുകളുടെ മുട്ട നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. അതേസമയം അത് കഴിഞ്ഞ ഉടനെ തന്നെ മഴ പെയ്യുന്നു വയ്ക്കുക. അങ്ങനെ മഴ പെയ്യുവാണെങ്കിൽ നമ്മൾ പറഞ്ഞ 1 ടീസ്പൂൺ, അതായത് 5 ml വെള്ളത്തിന്റെ ആവശ്യമേ ഉള്ളൂ ഈ കൊതുക്, അതായത് ഈ മുട്ട എന്ന് പറയുന്നത് ലാർവെ അഥവാ കൂത്താടിയാകാനായിട്ട്. ഓക്കെ, അപ്പം നമ്മളൊരു ബോട്ടിൽ വെള്ളത്തിന്, ഫോർ എക്സാമ്പിൾ ഒരു ബോട്ടിൽ കിടക്കുകയാണ്, ഈ കൊതുക് വന്നിട്ട് മിക്കവാറും മുട്ട ഇട്ടിട്ടുണ്ടാവും. പക്ഷെ പലപ്പോഴും നമ്മൾ എന്താ സംഭവിക്കുക, നമ്മളിത് കാണുന്നില്ല. പക്ഷെ മഴ പെയ്യുമ്പോൾ ഈ ബോട്ടിൽ നിറയുന്നു. ഇച്ചിരി വെള്ളമായിരിക്കാം, ബോട്ടിലിന്റെ ക്യാപ്പാന്ന് ഓർക്കണം, അതൊരു കുറച്ച് വെള്ളമായിരിക്കും നിറയുന്നത്. പക്ഷെ ഈ മുട്ട ഇങ്ങനെ വഴുതി ഈ വെള്ളത്തിലേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. ഈ വെള്ളത്തിൽ വീഴുകയും ഇവിടെ നാം പെട്ടെന്ന് തന്നെ കൂത്താടി ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളത്. ഈ കൂത്താടിയാണ് പിന്നെ വളർന്ന് എന്താ പറയാ നമ്മൾ കൊതുകുകളാവുന്നത്. ഒരു മുട്ട ഇടുന്നത് മുതൽ കൊതുക് ആകാനായിട്ട് ജസ്റ്റ് ഒരാഴ്ചയുടെ സമയമേ ആവശ്യമുള്ളൂ. 5 മുതൽ 7 ദിവസം വരെ മതി ഇങ്ങനൊരു സംഭവം ഉണ്ടാവാനായിട്ട്. അങ്ങനെ പെരുകുകയാണ്, അതായത് ഒരുപാട് ഒറ്റ സമയത്ത് ഒരു മുട്ട അല്ല ഇടുന്നതെന്ന് ഓർക്കുക. അങ്ങനെ അത്രയും കൂത്താടികളും അത്രയും കൊതുകുകളും ഇങ്ങനെ പെരുകിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള സംഭവമാണ്, അതായത് നമ്മൾ ഈ മഴ തുടങ്ങിയില്ലെങ്കിൽ പോലും മഴയ്ക്ക് തൊട്ട് മുമ്പേ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങണം. ഈ പറഞ്ഞ പോലെ കുപ്പി കമഴ്ത്തി വെക്കുന്നതോ അല്ലെങ്കിൽ ഈ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റി കളയുന്നതോ, ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തു തുടങ്ങണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. കൊതുകിനെ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാം. കൊതുക് വല ഒരു രീതിയാണ്. അതേപോലെ തന്നെ നമുക്ക് എന്താ പറയാ, നമുക്ക് ഓഡോമോസ് പോലത്തെ നമുക്ക് കൊതുക് മോസ്കിറ്റോ റിപ്പലന്റ് ആയിട്ടുള്ള ഓയിന്റ്മെന്റുകളൊക്കെ കിട്ടാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ ഇടാൻ നോക്കാം. പിന്നെ പല സ്ഥലങ്ങൾ, അതായത് നമ്മുടെ വെന്റിലേറ്ററും ചെറിയ വെന്റിലേറ്റർ ഒക്കെ നമുക്ക് ഉണ്ടല്ലോ, ആ വെന്റിലേറ്റർ അല്ലെങ്കിൽ നമ്മുടെ ജനലുകളിലൊക്കെ സ്ക്രീൻ അടിക്കാൻ നോക്കുക. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ പ്രതിരോധത്തിന് വേണ്ടി, നമുക്ക് അസുഖം വരാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. ഇതേപോലെ തന്നെയാണ് ആ സമയത്ത് എന്താ പറയാ, നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് കൂത്താടികളെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ കൂത്താടി നശിപ്പിക്കാനായിട്ട് ആദ്യം തന്നെ കൂത്താടി ഉണ്ടാവാതിരിക്കാൻ ഇങ്ങനെയുള്ള ഈ പറഞ്ഞ കപ്പോ അല്ലെങ്കിൽ ബോട്ടിലോ, നമ്മളിപ്പോ വൈകുന്നേര സമയത്തൊന്ന് വീടിന്റെ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വീടിന്റെ പരിസരം ഒന്ന് നോക്കിയാൽ മതി, നമുക്കിങ്ങനെ നമ്മുടെ തൊട്ടടുത്ത് കാണുന്ന സാധനങ്ങളൊക്കെ നമുക്കങ്ങ് നശിപ്പിച്ച് കളയാൻ പറ്റും. അതാണ് അതിനകത്തുള്ള കാര്യം. കാരണം നമ്മൾ ഓർക്കണം, ഈ കൊതുക് എന്ന് പറയുന്നത് 100 മീറ്റർ ആണ് ഇതിന് സഞ്ചരിക്കാൻ പറ്റുന്നത്. അപ്പൊ ഒരു ഡെങ്കിപ്പനി ഒരു സ്ഥലത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതിന് ചുറ്റുപാട് എവിടെയോ 100 ആ അസുഖമുള്ള ആളുടെ വീട് അല്ലെങ്കിൽ അതിന് ചുറ്റുവട്ടത്തുള്ള 100 മീറ്ററിനുള്ളിൽ എവിടെയോ ഈ കൊതുക് പെരുകുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതേപോലെ വേറെ കൊതുകുകൾ ഉണ്ടെങ്കിൽ അത് നമ്മളിൽ എത്താനും വളരെ എളുപ്പമാണ്. ഈ 100 മീറ്റർ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതിനുള്ളിൽ എല്ലാവരെയും അതിന് എഫക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കൊതുകിന് കുത്താൻ പറ്റും. അപ്പൊ നമ്മൾ അത് എപ്പോഴും കെയർഫുൾ ആയിട്ട് നോക്കുക. ഫ്രൈഡേ എന്ന് പറഞ്ഞ് ആചരിക്കാറുണ്ടല്ലോ, അത് ഞായറാഴ്ചകളിലാണ് വീടുകളിൽ ആചരിക്കേണ്ടത്. അതിന്റെ കാരണം ഇതാണ്, ഈ പറഞ്ഞ പോലെ ഒരു മുട്ടയിട്ട് അത് കൊതുകാകാൻ ഏകദേശം 5 മുതൽ 7 ദിവസമാണ്. അപ്പൊ നമുക്ക് ഓരോ ആഴ്ച നമ്മളത് വൃത്തിയാക്കി കഴിഞ്ഞാൽ അതിനർത്ഥം
ആ കൊതുകൾ നമുക്ക് പൂർണ്ണമായി നമുക്ക് നശിപ്പിച്ച് കളയാൻ പറ്റും എന്നുള്ളതാണ്. ടയറുകളിൽ ഇങ്ങനെ വെള്ളം നിൽക്കുമ്പോൾ നമുക്കറിയാം ടയർ മറിച്ചിട്ടാലും ആ വെള്ളം അങ്ങനെ തന്നെ കിടക്കും, നമുക്കത് കളയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഒന്നെങ്കിൽ ഉപയോഗിക്കാത്ത ഒരു ടയറാണെന്നുണ്ടെങ്കിൽ, ഉപയോഗിക്കാത്ത ടയറുകളായിരിക്കും, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഹോളുകൾ, കുത്തുകൾ, മീൻസ് ഓട്ടർ ഉണ്ടാക്കിയിട്ട് അതൊരു വഴി, അപ്പൊ വെള്ളം പോകാൻ അതിന് എളുപ്പമായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ചെടികൾ വളർത്താം. ഈ ഫ്രിഡ്ജിന്റെ അടിയിലൊക്കെ വെള്ളം വരുമ്പോൾ ചിലപ്പോൾ നമ്മളത് മറന്നു പോകാം, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം വീടിന്റെ പുറത്ത് ചിലപ്പോൾ കുറച്ച് ദിവസത്തേക്ക് വീടടച്ചിട്ട് നമ്മൾ പോവുകയാണ്. അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഉപ്പ് ഒരു ഓപ്ഷനാണ്. നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഈ ട്രെയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ കൊതുകൾ വളരില്ല. ജാതി തോട്ടമോ അല്ലെങ്കിൽ എന്താ പറയാ കനാലുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് പറ്റാവുന്നിടത്തോളം നമ്മൾ തന്നെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. പറഞ്ഞ പോലെ സ്ക്രീനും ഒക്കെ ഇട്ട് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നത്രയും പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുക. ഇല്ല, ഇതൊന്നും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള വഴികൾ നമ്മൾ നോക്കണം. അതിപ്പോ നമുക്കൊരു എന്താ പറയാ കൂട്ടായ്മയോടുകൂടി നമുക്ക് വേണമെങ്കിൽ പഞ്ചായത്തിനോടും ഒക്കെ പറഞ്ഞ് അവരത് വൃത്തിയാക്കി എടുത്തു തരികയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഹെൽത്തിന്നൊക്കെ എന്താ പറയാ ഫോഗിങ് എന്ന് പറയും, ഔട്ട്ഡോർ ഫോഗിങ് എന്ന് പറയും, അല്ലെങ്കിൽ ഇൻഡോർ സ്പ്രേ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതായത് നമ്മൾ കൊതുവിനെ നശിപ്പിക്കുന്ന ഇൻസെക്ടിസൈഡ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ട്രീറ്റ്മെന്റ്, അതായത് നമ്മൾ ഇതെങ്ങനെ ചികിത്സിക്കുക എന്നുള്ളത്, ചികിത്സയെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ എങ്കിൽ പോലും, അതായത് ഒരു ഡോക്ടർ എന്നുള്ള രീതിയിലല്ല, അല്ലെങ്കിൽ നമ്മൾ ആ ചികിത്സയെ കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുകയാണ്. മെയിൻ ആയിട്ട് നമുക്കൊരു പനി ഉണ്ടെങ്കിൽ തന്നെ, ഏതൊരു വൈറൽ പനിക്കും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പിന്നെ ഈ പറഞ്ഞ പോലെ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച്, കാരണം ആദ്യം തന്നെ പനി വരുമ്പോൾ ഉടനെ കയറി ആന്റിബയോട്ടിക്കുകൾ കഴിക്കരുത്. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഡെങ്കി ഒരു വൈറൽ പനിയാണ്. വൈറൽ പനികൾ പലപ്പോഴും ആന്റിബയോട്ടിക് കഴിച്ചാൽ അതിനൊരു എഫക്റ്റ് ഉണ്ടാവാറില്ല. വൈറൽ പനിക്ക് ആന്റിവൈറൽ മരുന്നുകൾ തന്നെ വേണം. അപ്പൊ ഇതിനിപ്പോ ഡെങ്കിക്ക് പ്രത്യേകിച്ചൊരു മരുന്നില്ല. പകരം നമ്മളിപ്പോഴും വൈറൽ അസുഖങ്ങൾക്ക് പിന്നെ നമ്മൾ എന്താ പറയാ ആന്റിബയോട്ടിക്കുകൾ കഴിക്കുന്നതിന്റെ കാരണം മറ്റൊരു ബാക്ടീരിയൽ അസുഖം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ മറ്റൊരു ബാക്ടീരിയ അസുഖം വന്നു എന്നൊരു സംശയം തോന്നുമ്പോഴാണ് ഡോക്ടർ പലപ്പോഴും ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓർക്കുക, ചികിത്സ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. സ്വയം ചികിത്സയ്ക്ക് പോകാണ്ടിരിക്കുക. പനി വന്നാൽ തന്നെ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ, ഇപ്പം മഴയും എന്താ പറയാ ഇത്രയും മഴയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ പറഞ്ഞ പോലെ പനി വന്നാൽ തന്നെ അപ്പൊ തന്നെ ഡോക്ടർമാരെ കാണുക എന്നുള്ളതാണ്. ഡോക്ടറെ ചെന്ന് കാണാൻ, പനിക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കരുത്, വെറുതെ പാരസിറ്റമോൾ കഴിച്ചുകൊണ്ടിരിക്കരുത്. ഡോക്ടറെ ചെന്ന് കാണാം. ഡോക്ടറും ചിലപ്പോൾ പാരസിറ്റമോൾ ആയിരിക്കും തരുന്നത്, പക്ഷെ അത് ആദ്യത്തെ ഒരു 3 ദിവസം കഴിഞ്ഞ് ഡോക്ടേഴ്സ് എപ്പോഴും പറയും അവർക്ക് ഇൻസ്ട്രക്ഷൻ ഉള്ളതാണ്, അതായത് തിരിച്ചു വന്ന് കാണണം എന്നുള്ളത്. അപ്പൊ നമ്മൾ ആ പറയുന്ന സമയത്ത് ചെന്ന് കാണുക. കാരണം നമുക്ക് 3 ദിവസം കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ പനി കുറയും. അപ്പൊ നമ്മുടെ വിചാരം നമുക്ക് അസുഖം മാറി എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ തിരിച്ചു ചെല്ലണം. അപ്പോഴായിരിക്കും ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ആദ്യം ചിലപ്പോൾ ഡെങ്കി ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ നെഗറ്റീവ് ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പം ആ സമയത്ത് ബ്ലഡ് ടെസ്റ്റും ചെയ്യും, ഡെങ്കി ടെസ്റ്റും ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ പോസിറ്റീവായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ കൗണ്ടും ആ സമയത്തായിരിക്കും നമ്മളെപ്പോഴും നോക്കുന്നത്. അപ്പം ഈ കൗണ്ടിലെ വ്യത്യാസങ്ങളൊക്കെ ഒരു ഡോക്ടറിനെ അത് കറക്റ്റായി മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ നമ്മുടെ പകുതി അറിവ് കൊണ്ട് നമ്മൾ ഒരിക്കലും സ്വയം ചികിത്സയ്ക്ക് പോകരുത്. ചിലപ്പോൾ നമുക്കായിരിക്കില്ല അസുഖം, നമുക്ക് അസുഖം ചിലപ്പോൾ പെട്ടെന്ന് പോയി വരും. ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിരിക്കാം അത് ചിലപ്പം കൂടുതലായിട്ട് വലിയൊരു രീതിയിൽ ബാധിക്കാൻ പോകുന്നത്. ഡെങ്കിപ്പനിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് എന്താണ് ഡെങ്കിപ്പനി, എന്തുകൊണ്ടാണ് ഡെങ്കിപ്പനി ഉണ്ടാവുന്നത്, ഏത് കൊതുകാണ് ഇത് പരത്തുന്നത്, അതെങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം, എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ, എന്തൊക്കെയാണ് ചികിത്സകൾ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.